നമ്മൾ ആവശ്യത്തിന് വേഗത്തിൽ പോയാൽ ഒരു കാറിനെ ഒരു ലോഹത്തകിടായി ചുരുട്ടിക്കളയാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ അത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുമോ കണ്ടെത്താനായി ടീം 1000 അടി നീളമുള്ള ഒരു മിസൈൽ പരീക്ഷണ ട്രാക്കിലേക്ക് പോയി. അവർ ട്രാക്കിന്റെ ഒരറ്റത്ത് ഒരു കാർ സ്ഥാപിച്ചു. ആരംഭ പോയിന്റിൽ ഒരു റോക്കറ്റ് ശക്തിപ്പെടുത്തിയ സ്ലെഡും ഘടിപ്പിച്ചു. 1 ഇഞ്ച് കട്ടിയുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിന് തൊട്ടുമുന്നിൽ കാർ വയ്ക്കുക എന്നതായിരുന്നു പദ്ധതി. ഈ സ്റ്റീൽ പ്ലേറ്റിന് താങ്ങായി പിന്നിൽ കട്ടിയുള്ള കോൺക്രീറ്റ് ഭിത്തിയുമുണ്ടായിരുന്നു. റോക്കറ്റ് സ്ലെഡിൽ 2 പ്രത്യേക റോക്കറ്റ് ഘട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യ സെറ്റ് റോക്കറ്റുകൾ കത്തിച്ചപ്പോൾ സ്ലെഡ് 400 MPH വേഗതയിലേക്ക് കുതിക്കും. ട്രാക്കിന്റെ പകുതിയിൽ വെച്ച് രണ്ടാമത്തെ സെറ്റ് തീപിടിക്കുകയും സ്ലെഡിനെ 700 MPH എന്ന അവിശ്വസനീയമായ വേഗതയിലേക്ക് തള്ളുകയും ചെയ്യും. അപ്പോൾ സ്ലെഡ് കാറിൽ നേർക്കുനേരിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാം തയ്യാറായപ്പോൾ ആദം ലോഞ്ച് ബട്ടൺ അമർത്തി. റോക്കറ്റ് സ്ലെഡ് തൽക്ഷണം കുതിച്ചുയർന്നു. ഒരു തീനാളമായി അത് കാറിന് നേരെ പാഞ്ഞെത്തി. 2 സെക്കൻഡിനുള്ളിൽ അത് ട്രാക്ക് മുഴുവൻ താണ്ടി. ആർക്കും പ്രതികരിക്കാൻ കഴിയുന്നതിലും വേഗത്തിൽ ഓട്ടം പൂർത്തിയാക്കി. ടീം സ്തംഭിച്ചുപോയി. അവർ ഇതിനു മുമ്പും റോക്കറ്റ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇരട്ട ഘട്ടങ്ങളുള്ള സ്ലെഡ് ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. അത് അവരുടെ വേഗതയുടെ ധാരണയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അകലെ നിന്ന് ആഘാതമേറ്റ പ്രദേശം പൊടിയിലും പുകയിലും മൂടിക്കിടന്നു. അത് മാറിയപ്പോൾ കാറും സ്റ്റീൽ പ്ലേറ്റിന് പിന്നിലെ കോൺക്രീറ്റ് ഭിത്തിയും കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. അവർ അടുത്തുപോയി നോക്കിയപ്പോൾ കാർ എണ്ണമറ്റ തുണ്ടുകളായി കീറിപ്പോയതായി കണ്ടെത്തി. 1 ഇഞ്ച് കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റ് പോലും ചീന്തിപ്പോയിരുന്നു. ആഘാതം അതിമനോഹരമായിരുന്നു. കാർ തിന്നൊടുക്കപ്പെട്ടതുപോലെ കാണപ്പെട്ടു. മുൻവശത്ത് നിന്ന് അല്പമല്പം അപ്രത്യക്ഷമാവുകയും ശുദ്ധമായ വേഗതയാൽ പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുകയും ചെയ്തു.